യസ്യ ജ്ഞാനമിദം വിശ്വം ന ദൃശ്യം ഭിന്നഭേദഃ സദൈകരൂപരൂപായ തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദർശനമാലയുടെ പഠനം വളരെ ശ്രദ്ധയോടെ, ഭക്തിയോടെ, അനുഭൂതിയോടെ കടന്നു പോകുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതിന് ഈ കൂട്ടായ്മയിലെ ഇതിൻ്റെ ചാലകശക്തികളെയും ഇതിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് നാം അപവാദ ദർശനത്തിലെ 6-ാം ശ്ലോകമാണ് ചിന്തനം ചെയ്യുന്നത്. 5-ാമത്തെ ശ്ലോകത്തിൽ കാര്യമായതിനാൽ ജഗത്തില്ല, കാരണമായ ബ്രഹ്മം മാത്രമാണ് സത്യം എന്നും കാരണമായ ബ്രഹ്മത്തെ മൂഢബുദ്ധികൾ സത്തെന്നും അസത്തെന്നും തെറ്റിദ്ധരിച്ച് മോഹിക്കുന്നു എന്നും ചിന്തനം ചെയ്തു. 6-ാം ശ്ലോകത്തിൽ കാര്യതലത്തിൽ നിന്നുള്ള ആ സത്യാന്വേഷണത്തെ വിട്ട് കാരണതലത്തിൽ ഉള്ള അന്വേഷണമാണ് ഗുരു പറയുന്നത്. പരമമായ കാരണതലം, പരമകാരണം ഏകവും അദ്വിതീയവുമായ സത്യമാണ്. പരമമായ സത്യതലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നു 6-ാം ശ്ലോകത്തിൽ. 6-ാം ശ്ലോകം ഏകസ്യൈവാസ്തി സത്താ ചേത് അന്യസ്യാസൗ ക്വ വിദ്യതേ സത്യസ്ത്യാത്മാശ്രയോ യദ്യപ്യസതി സ്യാദസംഭവഃ. ഈ ശ്ലോകം വളരെ ശ്രദ്ധിച്ചു വേണം ആലപിക്കുവാൻ. ഒരു അക്ഷരം മാറിയാൽ ആശയം അല്ലെങ്കിൽ അതിൻ്റെ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം അങ്ങനെ തന്നെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. മാതൃകാലാപനം പലവരും കേട്ടതിന് ശേഷമേ ശ്ലോകം ചൊല്ലാവൂ. ഇതിൻ്റെ പദച്ഛേദം ചെയ്യുമ്പോൾ ശ്ലോകം നമുക്ക് ഒന്നുകൂടെ ഉറയ്ക്കും. നോക്കൂ, ഏകസ്യൈവാസ്തി, ഏകസ്യ ഏവ അസ്തി, ഏകസ്യ ഏവ അസ്തി, ഏകസ്യൈവാസ്തി, 3 പദങ്ങൾ. സത്താ ചേതന്യസ്യാസൗ, അവിടെ ചേ കഴിഞ്ഞിട്ട് ധന്യസ്യാസൗ എന്ന് അടുത്തവർ ചൊല്ലരുത്. അവിടെ ഒരു ഹൈഫൻ ഇട്ടേക്കുന്നതിന്റെ അർത്ഥം അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് എന്നാണ്. അപ്പോ ചേതന്യസ്യാസൗ, ചേത് പ്ലസ് അന്യസ്യ പ്ലസ് അസൗ, ചേത് അന്യസ്യ അസൗ. ക്വ വിദ്യതേ സത്യസ്ത്യാത്മാശ്രയോ യദ്യപ്യസതി സ്യാദസംഭവഃ. സത്യസ്ത്യാത്മാശ്രയോ, അത് പിരിക്കുമ്പോൾ സതി പ്ലസ് അസ്തി പ്ലസ് ആത്മാശ്രയഃ, സതി പ്ലസ് അസ്തി പ്ലസ് ആത്മാശ്രയഃ. അടുത്തത് അവിടെ സത്യസ്ത്യാത്മാശ്രയോ എന്ന് വന്നത് അവിടെ അടുത്ത പദം കൊണ്ട് കൂടി വരുന്നത് കൊണ്ടാണ് അവിടെ യഹ എന്ന് നിർത്താതെ യോ എന്ന് വന്നത്. അവിടെ പിരിക്കുമ്പോൾ ആത്മാശ്രയഃ വെച്ചാണ് പിരിക്കേണ്ടത്, ആത്മാശ്രയോ എന്നല്ല. സതി അസ്തി ആത്മാശ്രയഃ. അടുത്ത് നോക്കൂ, യദ്യപ്യസതി, യതി അപി അസതി, അത് 3 പദമാണ്. യതി അപി അസതി, യദ്യപ്യസതി സ്യാദസംഭവഃ, സ്യാദ് പ്ലസ് അസംഭവഃ, സംഭവഃ എന്ന് പറയരുത്, അസംഭവഃ. ഇതാണ് ഇതിന്റെ പദച്ഛേദം. വീണ്ടും വീണ്ടും കേൾക്കുക. ഇനി ഇതിന്റെ ഗദ്യരൂപവും ഇതിന്റെ പദാനുപദ അർത്ഥത്തിലേക്കൊക്കെ നമുക്ക് ചിന്തനം ചെയ്യുമ്പോൾ, ഏകസ്യ ഏവ, ഒന്നിനു മാത്രമേ സത്താ നിലനിൽപ്പ്, അസ്തി ചേത് ഉള്ളൂ എങ്കിൽ, അന്യസ്യ മറ്റൊന്നിന്,
അസൗ ഈ അസ്തിത്വം, മറ്റൊന്നിന് അസ്തിത്വം, നിലനിൽപ്പ്. ക്വ വിദ്യതേ എവിടെ ഉണ്ടാകാനാണ്. ക്വ എന്ന വാക്കിന് എവിടെ, കുത്ര എവിടെ എന്നർത്ഥം. അന്യസ്യ അസൗ മറ്റൊന്നിന്റെ അസ്തിത്വം, ക്വ വിദ്യതേ എവിടെ ഉണ്ടാകാനാണ്. സതി യതി. ഇനി നോക്കൂ, സതി യതി എന്ന് പറഞ്ഞാൽ എന്താ? യതി എന്നുള്ള വാക്കിന് ഇഫ് എന്നുള്ള അർത്ഥമാണ്, എങ്കിൽ. ഇവിടെ സതി യതി, അതായത് ബ്രഹ്മത്തിനുള്ളിൽ തന്നെ മറ്റൊന്നുണ്ടാകുന്നു എന്ന് വന്നാൽ എവിടെ ഉണ്ടാകാനാണ് ഇത് സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ പോലെയുള്ള മൂഢവിദ്യകൾക്ക് വേണ്ടിയാണല്ലോ ഗുരു മന്ത്രം ഉപദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ബ്രഹ്മത്തിനുള്ളിൽ തന്നെ മറ്റൊന്നുണ്ടാകുന്നു എന്ന് വന്നാൽ എന്ത് സംഭവിക്കും? ആത്മാശ്രയ, ആത്മാശ്രയം എന്ന ദോഷം സംഭവിക്കും. ഇനി അസതി അഭി, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, അസതി അഭി തീരെ ഇല്ലാത്തത് പുതുതായി ഉണ്ടാകുന്നു എന്ന് വന്നാലോ? അസംഭവ ഹാസ്യാത്, അസംഭവം എന്ന ദോഷവും സംഭവിക്കും. ഇവിടെ രണ്ട് ദോഷങ്ങൾ ഗുരു പറഞ്ഞു തരികയാണ്, ആത്മാശ്രയവും അസംഭവവും. ആ രണ്ട് ദോഷങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ മുഖ്യമായ കാര്യം. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, പക്ഷെ ചിന്ത ചെയ്ത് ഉറപ്പിക്കേണ്ടതും ആഴത്തിൽ പോകേണ്ടതുമായ ഒന്നാണ്. നിസ്സാരത്തിൽ എടുക്കേണ്ടതല്ല. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നൊരു കാര്യം നല്ല ഉദാഹരണത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നോക്കൂ, ഈ ശ്ലോകത്തിന്റെ സാരാംശം, ഇവിടെ ഒന്നിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എങ്കിൽ മറ്റൊന്ന് പിന്നെ എവിടെ ഉണ്ടാകാനാണ്? ഓർത്തുകൊള്ളുക, ഏകം ഏവ അദ്വിതീയം, അത് മാത്രമേ എവിടെയുള്ളൂ. എങ്കിൽ പിന്നെ രണ്ടാമതൊന്ന് എവിടെ നിന്നുണ്ടാകാനാണ്? ഇനി നിലനിൽക്കുന്ന ഒന്നിൽ തന്നെ, അതായത് ഈ ഒന്നേ ഒന്ന് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞില്ലേ, ആ നിലനിൽക്കുന്ന ഒന്നിൽ തന്നെ മറ്റൊന്നുണ്ടാകുന്നു എന്ന് വന്നാൽ അവിടെ ആത്മാശ്രയം എന്ന ദോഷം വന്നുപെടും. ഇനിയോ തികച്ചും ഇല്ലാത്തതൊന്ന് പുതുതായി ഉണ്ടാകുന്നു എന്ന് വന്നാലോ അത് അസംഭവവുമായിരിക്കും. ലളിതമായിട്ടുള്ളതാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, വളരെ ലളിതമായി തന്നെ. ഇനി 6-ാം ശ്ലോകത്തിന്റെ വിശദമായ വിവരണത്തിലേക്ക് കടക്കുമ്പോൾ, പരമകാരണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യരൂപങ്ങൾ ഭിന്ന വസ്തുക്കളാണോ എന്ന് പരിശോധിക്കുകയാണ് ഗുരു. അപ്പോൾ കാരണതലത്തിൽ നിന്നുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നത് പ്രത്യേകം സ്മരിക്കണം. ഉപനിഷത്ത് സത്യമാണ് ഗുരു വെളിപ്പെടുത്തി തരുന്നത് നമുക്ക്. ഇത് ഉറപ്പിക്കണം നാം. ഒന്നിനു മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ, ഒന്നിനു മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ എങ്കിൽ മറ്റൊന്ന് എങ്ങനെ ഉണ്ടാവാനാണ്? സത്കാരണവാദമാണ് ഗുരു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ അധ്യായമേ അതാണ്, സത്കാരണവാദം. നിത്യാനിത്യ വിവേകം ഒരു ജിജ്ഞാസുവിന് അവശ്യം ഉണ്ടായിരിക്കണം. നമ്മൾ നിത്യാനിത്യ വിവേകമൊക്കെ വളരെ വിശദമായി ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പഠിച്ചതാണ്. നിത്യമേത് അനിത്യമേത് എന്ന വിവേകം, അതാണല്ലോ നമ്മൾ ഇത്രയുമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണമായ ബ്രഹ്മത്തിൽ നിന്നും വേറിട്ട് ഉണ്മ പ്രപഞ്ചത്തിനില്ല. മണ്ണിൽ നിന്ന് വേറിട്ട് കുടത്തിന് സ്വന്തമായ ഉണ്മയില്ലാത്തതുപോലെ എന്നുദാഹരണം. അതുപോലെ, അതായത് പാത്രങ്ങൾ ഉണ്ടാക്കുവാൻ കുശവന് മണ്ണെന്ന പോലെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാൻ പരമകാരണത്തിന് രണ്ടാമതൊന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് ഓർത്തോളണം. മണ്ണിൽ നിന്ന് വേറിട്ട കുടത്തിന് സ്വന്തമായ ഉണ്മയില്ല എന്ന് നമ്മൾ പറഞ്ഞു. പാത്രങ്ങൾ ഉണ്ടാക്കുവാൻ കുശവന് മണ്ണിനെ ആശ്രയിക്കണം. പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാൻ പരമകാരണത്തിന് രണ്ടാമതൊന്നില്ല എന്നോർക്കണം. പരമകാരണമായ ബ്രഹ്മം അതിനെ തന്നെ ആശ്രയിച്ച് മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നു എന്ന് വന്നാൽ അങ്ങനെ പറയാൻ സാധ്യമല്ല. അങ്ങനെ വന്നാൽ അവിടെ ആത്മാശ്രയം എന്ന ദോഷം വന്നു ചേരും എന്നാണ് പറയുന്നത്.
അതായത് ഇവിടെ ന്യായശാസ്ത്രപരമായ ചില ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരു നമുക്ക്. ഗുരു ചോദിക്കുകയാണ്, ഏകസ്യ ഏവ സത്ത അസ്തി ചേത്, ഒന്നിനു മാത്രമേ സത്ത നിലനിൽപ്പ് അസ്തി ചേത് ഉള്ളുവെങ്കിൽ അന്യസ്യ അസൗഖ്യ വിദ്യതേ, മറ്റൊന്നു പിന്നെ എവിടെ ഉണ്ടാവാനാണ്? അതെങ്ങനെ പറയാനാവും? ബ്രഹ്മത്തിന്റെ ഉണ്മയിൽ പ്രപഞ്ചത്തിന് ഉണ്മയുണ്ട്. അത് ഉണ്മയിൽ ഉണ്മയുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. അവിടെ ആത്മാശ്രയദോഷം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ട പോയിന്റ്. അവിടെ പ്രപഞ്ചത്തിന്റെ വേറെ ഉണ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ആത്മാശ്രയദോഷം? അതായത് ഏതൊന്നിനെയാണോ തെളിയിക്കേണ്ടത് അതിനെ തന്നെ തെളിവായി ഹാജരാക്കുന്നത് ആത്മാശ്രയദോഷമാണ്. സ്വർണത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് മറ്റൊരു വസ്തുവായി തീരുവാൻ സാധിക്കുമോ? അതായത് സ്വർണമല്ലാതെ ഇരുമ്പോ വെള്ളിയോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു അതിനെ തന്നെ ആശ്രയിക്കുന്നിടത്തോളം അത് അതായി തീരുകയേ ഉള്ളൂ. സ്വർണത്തിനെ ആശ്രയിച്ചാണ് സ്വർണം നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. രണ്ടും ഒന്ന് തന്നെയല്ലേ. ഇവിടെ സ്വർണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതോ എന്നൊരു സംശയം ആരെങ്കിലും ചോദിച്ചാൽ, ആഭരണമായി മാറാൻ സ്വർണം പണിക്കാരനെയും അഗ്നി അങ്ങനെ പലതും ആശ്രയിക്കുന്നുണ്ട്. പരമകാരണത്തിന് അങ്ങനെ പോലും ആശ്രയിക്കാൻ മറ്റൊന്നില്ല. ഇനി ആത്മാശ്രയദോഷം ഒന്നുകൂടി വിശദമാക്കിയാല്, ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറയുകയാണ്, ഈ പറയുന്നത് ദൈവവാക്യമാണ്, സകലരും ഇത് അംഗീകരിക്കണം. ഒരാള് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഒരു വാചകം പറഞ്ഞു. അപ്പോൾ അത് ദൈവവാക്യമാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് എന്താണ് തെളിവ് എന്ന് മറ്റൊരാൾ ചോദിച്ചാൽ, അത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ദൈവവാക്യമാണ് എന്ന്. അതായത് ആ വാക്യത്തെ തന്നെ തെളിവായി സ്വീകരിച്ചത് കൊണ്ട് അതിൽ ആത്മാശ്രയദോഷമുണ്ട് എന്നർത്ഥം. അതുപോലെ സത്തിൽ സത്തുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. സത്തിലെ സത്തുണ്ട് എന്ന് പറയുന്നത്. സദ്വസ്തുവായ ബ്രഹ്മത്തിൽ പ്രപഞ്ചത്തിന്റെ വേറെ ഉണ്മയുണ്ട് എന്ന് പറയുന്നത് ആത്മാശ്രയദോഷമാണ്. അഖണ്ഡബോധം അതിനെ ആശ്രയിച്ച് കാര്യങ്ങളെ ജനിപ്പിച്ചാൽ കാര്യങ്ങളും ബോധം മാത്രമേ ആയിരിക്കൂ. ബോധത്തിൽ നിന്നും ബോധമല്ലാതെ ജഡം എങ്ങനെ ജനിക്കും? ഇവിടെ സംശയം വേണ്ട. ആത്മാശ്രയദോഷം എന്ന പദത്താൽ ഗുരു വിവക്ഷ ചെയ്യുന്നത് കാര്യരൂപങ്ങളായി വേറെ വേറെ കാണപ്പെടുന്ന ജഡങ്ങൾ വസ്തുസത്തയില്ലാത്ത ബ്രഹ്മദർശനങ്ങൾ മാത്രമാണെന്നാണ്. അതാണ് സത്യസ്യ ആത്മാശ്രയോ യദ്യപ്യസതി സ്യാദ സംഭവഃ. ഒന്നിൽ തന്നെ മറ്റൊന്നുണ്ടാകുന്നു എന്ന് വന്നാൽ അത് അവിടെ ആത്മാശ്രയദോഷം. ഇവിടെ ഒരു കാരണം തന്നെ പലവട്ടം ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാല് സത്യമുറപ്പിക്കുവാൻ ആവർത്തനം കൂടിയേ തീരൂ. നമുക്കറിയാം, ചാന്തോക്യോപനിഷത്തിലെ തത്വമസി വാക്യം ഉപദേശിച്ചപ്പോൾ അത് ശ്വേതകേതുവിന് ഉദ്ദാലകമുനി ഒരു പ്രാവശ്യമല്ല ഉപദേശിച്ചത്. ഒരു പ്രാവശ്യം ഉപദേശിച്ചപ്പോഴൊന്നും ശ്വേതകേതുവിന് സത്യം തെളിഞ്ഞില്ല. 9 പ്രാവശ്യം ഉപദേശിക്കേണ്ടി വന്നു തത്വമസി വാക്യം. ഋഷിമാരുടെ കാലഘട്ടത്തുണ്ടായ ഋഷികുമാരനായ ജ്ഞാനിയായ ശ്വേതകേതുവിന് പോലും 9 പ്രാവശ്യം ഉപദേശിക്കേണ്ടി വന്നു. സാധാരണരായ ലൗകികരായ നമുക്കൊക്കെ സത്യം തെളിയണമെങ്കിൽ പലവരു കേട്ട് ശ്രവണം
മനനം, നിധിധ്യാസനം, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു തത് ശ്രവണം, തത് ചിന്തനം, അന്യോന്യം തത് കഥനം, അല്ലെ? ഇങ്ങനെ ആവർത്തിച്ച് സത്യം ഉറപ്പിക്കണം നാം. ഇനി ഒരു അടുത്ത കാര്യം പറയുകയാണ്, അസതി അഭി അസംഭവ സ്യാത്. ആത്മാശ്രയദോഷം പറഞ്ഞു കഴിഞ്ഞു. ഇനി അസതി അഭി അസംഭവ സ്യാത്. അസതി അഭി, തീരെ ഇല്ലാത്തത് പുതുതായി ഉണ്ടാകുന്നു എന്ന് വന്നാൽ അത് അസംഭവവുമായിരിക്കും. തീരെ ഇല്ലാത്തത് എവിടെ പുതിയതായി ഉണ്ടായി വരാനാണ്? അത് സാധ്യമല്ല, അസംഭവവുമായിരിക്കും. ഇനി എന്താണ് അസംഭവം എന്ന് ചിന്തിക്കാം. അതും നോട്ട് ചെയ്ത് വയ്ക്കണം. അസംഭവം, തികച്ചും ഇല്ലാതിരുന്നത് ഉണ്ടായി എന്ന് പറയുന്നത് അസംഭവ ദോഷമാണ്. തികച്ചും ഇല്ലാതിരുന്നത് ഉണ്ടായി എന്ന് പറയുന്നത് അസംഭവ ദോഷമാണ്. അതായത് സംഭവിക്കാൻ ഒരിക്കലും ഇടയില്ലാത്തത് ഒരു ഹേതുവായോ ലക്ഷണമായോ എടുത്തു കാണിക്കുന്നതാണ് അസംഭവ ദോഷം. ന സംഭവ എന്നാണ് അസംഭവ, സംഭവിക്കാത്തത് എന്നാണ് അതിന്റെ വിഗ്രഹം. ഒരു മുയലിനെ പിടിച്ചിട്ട് അതിന്റെ കൊമ്പ് ഞാൻ ഒടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അസംഭവ ദോഷമുണ്ട്. പ്രപഞ്ചത്തിൽ സംഭവിക്കാനിടയില്ലാത്തതൊന്നും ഹേതുവായിട്ട് കാണിക്കുന്നത് ന്യായശാസ്ത്രപരമായി തെറ്റാണ്. നാം ഇപ്പോൾ ഓരോ സത്യവും പഠിച്ചു പോകുന്നത് ഉദാഹരണത്തിലൂടെ ഉറപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ ഉദാഹരണം എടുത്തു കാണിക്കുമ്പോൾ തെറ്റായൊരു ഉദാഹരണം എങ്ങനെയാ കാണിക്കാൻ സാധിക്കുക? അപ്പോൾ അതാണ് സംഭവിക്കാനിടയില്ലാത്തതൊന്നും ഹേതുവായിട്ട് കാണിക്കുന്നത് ന്യായശാസ്ത്രപരമായി തെറ്റാണ്. അത് അസംഭവ ദോഷമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ന്യായശാസ്ത്രത്തിന് സമ്മതമല്ല എന്നർത്ഥം. തികച്ചും ഇല്ലാതിരുന്ന ഒന്ന് ഉണ്ടായി വരികയില്ല എന്ന് ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഇവിടെ അറിയാം. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഉള്ളത് പിന്നെ ഉണ്ടാകേണ്ട കാര്യവുമില്ല. ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാകുകയില്ല, ഉള്ളത് പിന്നെ വീണ്ടും ഉണ്ടാകേണ്ട കാര്യവുമില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഇതാണ് നാം ചിന്ത ചെയ്യുന്നത്. ഇത് ഉറപ്പിച്ചാൽ പലതും ഉണ്ടാകുന്നു, നശിക്കുന്നു എന്ന തോന്നലുകൾ ഭ്രമമാണ് എന്ന് കാണാൻ വിഷമമില്ല. വസ്തു ഒന്നേയുള്ളൂ. അത് ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ ആത്മാശ്രയദോഷവും അസംഭവ ദോഷവുമില്ല. ഉള്ളതേ ഉള്ളതാകൂ, ഇല്ലാത്തത് ഉണ്ടാവുകയില്ല. ഉള്ളത് ഒരിടത്തു നിന്നും ഉണ്ടായതല്ല, ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാകുകയുമില്ല. ഇങ്ങനെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും രഹസ്യം വീണ്ടും വീണ്ടും ധ്യാനിച്ച് കണ്ടുപിടിക്കണം. ആത്മാവ് അജനും നിത്യനും ശാശ്വതനും പുരാണനുമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണ, അല്ലേ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭാഗവതം പറയുന്നുണ്ട്, യത്രമേ സദസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദ അവിദ്യയാത്മനികൃതേ ഇതി തദ് ബ്രഹ്മദർശനം എന്ന് ഭാഗവതം പറയുന്നു. അതായത് പ്രപഞ്ചാനുഭവത്തിലെ സദസദ് രൂപങ്ങൾ രണ്ടിനെയും കേവല ബോധം കൊണ്ട് നിഷേധിച്ച് തള്ളണം. ഇവ രണ്ടും കേവല ബോധത്തിൽ അവിദ്യാകൽപിതങ്ങളായ തൽക്കാല ദർശനങ്ങളാണ്. ഇവ രണ്ടും ഉപേക്ഷിക്കപ്പെടുമ്പോൾ തെളിയുന്ന അഖണ്ഡ ബോധസത്തയുടെ സാക്ഷാത്കാരമാണ് ബ്രഹ്മദർശനം എന്ന്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകം നോക്കൂ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോ അന്തസ്ത്വനയോ തത്വദർശിഭിഃ. അസതഃ, അസത്തിന് ഭാവഃ ന വിദ്യതേ, ഉണ്ടെന്നുള്ള അവസ്ഥയില്ല. സതഃ, സത്തിന് സനാതനമായതിന് ആത്മാവിന്
നാശവുമില്ല. അതാണ് നാസതോ വിദ്യതേ സതഃ. ആത്മാവിന് നാശവുമില്ല. തത്വദർശിഭിഹി അനയോഹോ ഉഭയോഹോ അന്തഃ ദൃഷ്ടം. തത്വദർശികളാൽ രണ്ടിന്റെയും സ്വഭാവം ദർശിച്ചറിഞ്ഞവരാണ്. ഉഭയോരവിദുഷ്ടോ അന്തസ്ത്വനയോ തത്വദർശിഭിഹി. തത്വദർശികളാൽ ഇത് രണ്ടിന്റെയും, സത്തിന്റെയും അസത്തിന്റെയും സ്വഭാവം ദർശിച്ചവരാണ്. അതാണ് അവർ ശാശ്വത സത്യത്തെ അംഗീകരിച്ചത്. ഒന്നേയുള്ളൂ, പലതില്ല എന്നാണ് ആ രഹസ്യം. അത് അനുഭവ സാക്ഷാത്കാരം നേടിയ ഗുരു ഇവിടെ ആത്മാശ്രയ അസംഭവ ദോഷങ്ങൾ എടുത്തുകാട്ടി ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാവുക സാധ്യമല്ലെന്ന് 6-ാം പദ്യത്തിലൂടെ വിവരിച്ചു തരികയാണ്. സത്യദർശിയായ ഗുരുവിന്റെ പാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് അപവാദ ദർശനത്തിന്റെ 6-ാം ശ്ലോകത്തിന്റെ വിചിന്തനം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.